എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇൻസ്റ്റേക്കൂടെ പറയാൻ പരിമിതികളുണ്ട്. എന്താണ് സർക്കുലറിൽ നിഷ്കർഷിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ വേണം നമ്മൾ കൊണ്ടുപോകാനായിട്ട്. അതുപോലെ തന്നെ വെരിഫിക്കേഷൻ മുൻപൊന്നും ചെയ്യാത്തവർക്ക് ഇനി ചെയ്യാൻ സാധിക്കുമോ, പേരോ ഡേറ്റ് ഓഫ് ബർത്തോ എന്തെങ്കിലുമൊക്കെ നമ്മൾ മിസ്മാച്ച് ചെയ്തിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആപ്ലിക്കേഷനിൽ എന്നുണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഈ വക കാര്യങ്ങളെല്ലാം കൂടി കോർത്തിണക്കി നമുക്ക് ഒരു 20 മിനിറ്റാണ് മാക്സിമം നമ്മുടെ ഇൻസ്റ്റ തരുന്നത്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് പറയാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടറ്റ് സംബന്ധിച്ച എല്ലാ കാറ്റഗറീസും സംബന്ധിച്ച ക്ലാസ്സുകളും പ്ലസ് ഇതേപോലെയുള്ള ഡീറ്റെയിൽസും ആയിരിക്കും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് അവിടെ നമ്മുടെ സർക്കുലർ നോക്കാം. നമ്മുടെ വേരിഫിക്കേഷനെ ബേസ് ചെയ്തിട്ട് വരുന്ന സർക്കുലർ വന്നിട്ടുണ്ട്. അതിൽ പ്രകാരം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ തന്നെ 30 മുതൽ, അതായത് ഇന്ന് മുതലായിരുന്നു, 30 മുതൽ 12 വരെയാണ് കേട്ടോ. അടുത്ത മാസം 12-ാം തീയതി വരെയാണ് നമുക്ക് വേരിഫിക്കേഷനുള്ള സമയം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനുള്ളിൽ വേരിഫിക്കേഷൻ എല്ലാം പൂർത്തിയായിരിക്കണം എന്നുള്ളതാണ്. അതിന് ചില നിബന്ധനകളും ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും പരീക്ഷാ ഭവൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 12-ന് ശേഷം ലിങ്ക് ക്ലോസ് ചെയ്യും. അപ്പം അതിലുള്ളത് ചെയ്യേണ്ടത് യോഗ്യത ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. യോഗ്യത ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക എന്ന് വെച്ചാൽ ഇന്നും കൂടി DM വന്നൊരു കാര്യമാണ്. സെക്കൻഡ് ഇയർ ആണ്. സെക്കൻഡ് ഇയർ ആയിരുന്നപ്പോഴാണ് എക്സാം എഴുതിയത്. പക്ഷേ ഇപ്പം കഴിഞ്ഞു, ക്ലാസ്സസ് കഴിഞ്ഞു, കോളേജ് ക്ലോസ് ചെയ്തു. പക്ഷേ എനിക്ക് ലാസ്റ്റത്തെ സെമ്മിലൊന്നും റിസൾട്ടിൻ്റെ ഇത് കിട്ടിയിട്ടില്ല, സർട്ടിഫിക്കറ്റ്. എന്ത് ചെയ്യും? അപ്പം എക്സാം എഴുതിയിരുന്ന സമയത്ത് നിങ്ങൾ സെക്കൻഡ് ഇയർ ആയിരുന്നു എന്ന് കാണിക്കുന്ന ഓഫീസിൽ നിന്നുമുള്ള ഒരു ലെറ്ററാണ് നിങ്ങൾക്ക് വേണ്ടത് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ എന്താ ചെയ്യുന്നത്? പരീക്ഷാർത്ഥികൾക്ക് നിഷ്കർഷിച്ചിട്ടുള്ള പ്രകാരം വേണ്ട യോഗ്യതകൾ ഉണ്ടെന്ന അസൽ രേഖകൾ, നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണം. പ്ലസ് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ വേണ്ടത് കോപ്പി എടുക്കുക. ഓരോന്നിനെയും കോപ്പി എടുത്തിട്ട് അതിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ സൈനും കൂടി സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടായിരിക്കണം നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. ഇനി അത് പരീക്ഷാ ഭവനിലേക്ക് അയച്ചു കൊടുക്കണം. അവിടെ ഒരു 7 ഇയേഴ്സോളം സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ ആ കോപ്പി അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ എല്ലാ വിദ്യാഭ്യാസ ജില്ലകളിലും ഞാൻ പറഞ്ഞു, ഓരോ ഡിസ്ട്രിക്റ്റിലും 3 വിദ്യാഭ്യാസ ജില്ലകളാണുള്ളത്, ഓരോ DE ഓഫീസുകൾ. അപ്പം അവർക്ക് എത്ര മാത്രം ഒരു ദിവസം വെരിഫിക്കേഷൻ സാധ്യമാകും എന്നതിനനുസരിച്ചിട്ടാണ് അവർ ആ വെരിഫിക്കേഷൻ ചെയ്യേണ്ട വിദ്യാർത്ഥികളുടെ രജിസ്റ്റർ നമ്പർ ന്യൂസ് പേപ്പറിൽ ഇടണം. അല്ലെങ്കിൽ ഇത്ര പേര് ഇത്ര ഇതിലനുസരിച്ച് ഇത്ര ഇന്ന DE ഓഫീസിലേക്ക് വരണം എന്നൊക്കെയുള്ളത് അവർ പത്രമാധ്യമങ്ങളിലൂടെയാണ് അറിയിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ എറണാകുളത്ത് തന്നെ 3 DE ഓഫീസാണ് ജില്ലയിൽ, തൃശ്ശൂർ 3 DE ഓഫീസാണ്. അപ്പം ഇരിങ്ങാലക്കുട, ഇപ്പോൾ തൃശ്ശൂരിനെ കുറിച്ച് നമുക്ക് ചാവക്കാട് നടക്കുന്ന ആ ഒരു വെരിഫിക്കേഷൻ സമയത്ത് ആവണമെന്നില്ല, ചിലപ്പോൾ ഇരിങ്ങാലക്കുട നടക്കേണ്ടത്. അപ്പം അത് നിങ്ങൾ നിങ്ങളുടെ ന്യൂസ് പേപ്പേഴ്സിലൂടെ തന്നെയാണ് അറിയുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ DE ഓഫീസിലേക്ക് ഡയറക്റ്റ് വിളിക്കാം. അതുപോലെ തന്നെ മുൻപ് പരീക്ഷ നിങ്ങൾ എഴുതി, പക്ഷെ വെരിഫിക്കേഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പം പുറത്തൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഈ ഒരു എക്സാമിന്റെ കൂടെ ഈ ഒരു വെരിഫിക്കേഷന്റെ കൂടെ നിങ്ങൾക്ക് നടത്താവുന്നതാണ് കേട്ടോ. അതിന് അതിൻ്റെതായിട്ടുള്ള ഫീസും കൂടി, വെരിഫിക്കേഷൻ നിങ്ങൾ ചെയ്തില്ലല്ലോ ചെയ്യേണ്ട സമയത്ത്. അപ്പൊ വിജയിച്ചവരുടെ വീണ്ടും എഴുതേണ്ടി വരുമോ, കേട്ടിട്ട് ക്വാളിഫൈഡ് ആയത് അൺക്വാളിഫൈ ആയി പോകുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, ഇതിപ്പോ ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആയി. മുമ്പ് 7 ഇയേഴ്സ് ആണെങ്കിൽ ഇപ്പൊ ഒരു ലൈഫ് ലോങ് ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇതൊരിക്കലും പോവത്തില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പക്ഷെ അതിൽ ഇപ്പൊ നമ്മൾ വെരിഫിക്കേഷൻ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരുന്നത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഫൈൻ വരും. അത് നിങ്ങൾ അടയ്ക്കുക, എന്നിട്ട് നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്യാം. ഇനി മറ്റൊരു നിയമം എന്നാണ് ജനന തീയതി, പേര്, ഫോട്ടോ. ഇത് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലേ. എന്നിവ അപേക്ഷ സമർപ്പണ വേളയിൽ തെറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വെരിഫിക്കേഷൻ നടത്താൻ പാടുണ്ടോ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പറയുന്ന രേഖകൾ സഹിതം പരീക്ഷാർത്ഥികളിൽ നിന്നും അപേക്ഷ വാങ്ങിക്കുക. എന്നിട്ട് സമയബന്ധിതമായി തന്നെ പരീക്ഷാ ഭവനിലേക്ക് അയച്ചു നൽകുക. പരീക്ഷാ ഭവനിൽ നിന്നും പ്രസ്തുത തെറ്റ് തിരുത്തി എന്ത് കൊടുക്കും? ഹാൾ ടിക്കറ്റ്
തിരിച്ചു കൊടുക്കും വീണ്ടും, എന്നിട്ട് ആണ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് DM അയച്ചവരെല്ലാവരും മനസ്സിലാക്കും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജനന തീയതിയോ പേരോ ഫോട്ടോയോ ഇതൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓടിപ്പോയി വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എന്താ ചെയ്യണ്ടേ? ഇതൊക്കെ കാണിക്കുന്ന കറക്റ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങി പരീക്ഷാ ഭവനിലേക്ക് അയക്കും. അവരവിടെ നിന്ന് മറ്റൊരു ഹാൾ ടിക്കറ്റ് അതേ പ്രകാരം തെറ്റൊക്കെ തിരുത്തി തരും. എന്നിട്ട് മാത്രമേ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ നടക്കത്തുള്ളൂ. ഇനി എന്തൊക്കെയാണ് ഓരോന്നും തിരുത്തുന്നതിന് വേണ്ടത്? ജനന തീയതി തിരുത്തുന്നതിന് പരീക്ഷാർത്ഥിയുടെ അപേക്ഷ, ഹാൾ ടിക്കറ്റിന്റെ പകർപ്പ്, SSLC സർട്ടിഫിക്കറ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, 100 രൂപയുടെ ചലാൻ എന്ന ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഇതിൽ കേട്ടോ എന്ന ഹെഡിൽ ഒടുക്കിയ അസൽ സ്വന്തം അഡ്രസ് എഴുതിയ രജിസ്റ്റേർഡ് ആയോ സ്പീഡ് പോസ്റ്റ് ആയിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് ബെറ്റർ, ലഭിക്കത്തക്ക വിധത്തിൽ സ്റ്റാമ്പ് പതിച്ച് കവർ രേഖപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ബന്ധപ്പെട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് മുഖാന്തരം സമർപ്പിക്കേണ്ടത്. അപ്പൊ അത് മറക്കാതെ ചെയ്യുക. ഇതൊക്കെ വെരിഫിക്കേഷന് മുന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ പേര് തിരുത്താൻ എന്താ ചെയ്യണ്ടേ? ഏത് പേരാണ് ഒറിജിനൽ എന്നുള്ളത് അവർക്ക് മനസ്സിലാവണ്ടേ. അപ്പം പരീക്ഷാർത്ഥിയുടെ അപേക്ഷ, ഹാൾ ടിക്കറ്റിന്റെ പകർപ്പ്, SSLC സർട്ടിഫിക്കറ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, അതായത് നമ്മൾ സെൽഫ് അറ്റസ്റ്റഡ് ആണ് കേട്ടോ. 100 രൂപയുടെ ചലാൻ തന്നെയാണ് സെയിം പറഞ്ഞിരിക്കുന്ന ആ ഹെഡില് അസൽ SSLC സർട്ടിഫിക്കറ്റിന്റെയും കേട്ടിട്ട് അപേക്ഷയിലും രേഖപ്പെടുത്തിയിരിക്കുന്ന പേരുകൾ ഒരാളുടെ തന്നെയാണെന്ന് നമ്മൾ സ്വയം ഒരു A4 ഷീറ്റിൽ സ്വയം സാക്ഷ്യപ്പെടുത്തുക. എന്നിട്ട് ഈ പറയുന്ന ഇതിൽ സ്പീഡ് പോസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നോർമൽ ആയിട്ടോ അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇനി ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കണം എന്ന് പറഞ്ഞിട്ട് പ്ലെയിൻ ആയിരിക്കണം, ഫോട്ടോ വ്യക്തമായിരിക്കണം. അപ്പോൾ ഫോട്ടോ CD-യിലാക്കി സമർപ്പിക്കണം. സൈസും അവർ പറഞ്ഞിട്ടുണ്ട്. ഇതേ ഫോട്ടോ പതിച്ച പരീക്ഷ എഴുതിയ സെന്ററിലെ പ്രാഥമിക അധ്യാപകൻ നൽകുന്ന ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും സമർപ്പിക്കണം. അതായത് ഫോട്ടോയിൽ പ്രാഥമിക അധ്യാപകന്റെ ഒപ്പും സീലും വേണം എന്നാണ് പറയുന്നത്. ഹാൾ ടിക്കറ്റ് അല്ലെങ്കിൽ റിസൾട്ടിന്റെ ഒരു പകർപ്പ്, അത് റിസൾട്ട് വന്നത് നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടാവുമല്ലോ, അതിന്റെ ഒരു കോപ്പി സ്വന്തം അഡ്രസ്സിൽ എഴുതി രജിസ്റ്റർ ആയോ ഇതേപോലെ സ്പീഡ് പോസ്റ്റ് ആയോ ഈ പറയുന്ന ഇതിലേക്ക് തന്നെ നിങ്ങൾക്ക് 100 രൂപയുടെ ഒരു ട്രഷറിയിൽ ഒരു ചലാൻ അടച്ച് നിങ്ങൾക്ക് സെൽഫ് റിക്വസ്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഈ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഫോട്ടോയും ഒക്കെ തെറ്റായിട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഫോട്ടോ ഒക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ബാക്ക് എന്ന് പറയുന്ന ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കണം? പ്ലെയിൻ ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഫോട്ടോ വ്യക്തമായിരിക്കണം. ചിലപ്പോൾ നമ്മൾ ആ സമയത്ത് പാസ്പോർട്ടൊന്നും ഇല്ലാതെ വളരെ ബ്ലറായിട്ടുള്ള ഫോട്ടോസൊക്കെ ആണെങ്കിൽ അതൊന്നും അപ്രൂവൽ ആവില്ല. അപ്പം അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്യുക. ഇപ്പം ചെയ്യുന്നവരാണെങ്കിൽ മാക്സിമം സ്പീഡ് പോസ്റ്റ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇനി എന്തൊക്കെ ശ്രദ്ധിക്കണം? ഹാൾ ടിക്കറ്റ് പരീക്ഷാ കേന്ദ്രത്തിലെ ഇൻവിജിലേറ്ററിന്റെ ഒപ്പ് രേഖപ്പെടുത്തിയിട്ടെന്ന് ഉറപ്പുവരുത്തുക. DM ഉണ്ടായിരുന്നു. അപ്പോൾ ഒപ്പില്ലെങ്കിൽ എന്ത് പറ്റും? നേരെ എവിടെയാണോ നിങ്ങൾ എക്സാം എഴുതി അവിടുത്തെ സെന്ററിൽ പോയിട്ട് അവിടെ ഒപ്പ് വാങ്ങിക്കുക എന്നുള്ളതാണ്. അസൽ ഹാൾ ടിക്കറ്റ് നഷ്ടപ്പെട്ട ശേഷം എന്ത് ചെയ്യണം? ഇതായിരുന്നു കുറേ DM വന്നിട്ടുള്ളത്. ഡ്യൂപ്ലിക്കേറ്റ് ഹാൾ ടിക്കറ്റ് ലഭ്യമായവർക്ക് വീണ്ടും ഇൻവിജിലേറ്റർ ഒപ്പ് രേഖപ്പെടുത്തേണ്ടതാണ്. ഇപ്പൊ ചിലരുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് സോഫ്റ്റ് കോപ്പി എന്നുണ്ടെങ്കിൽ ദെൻ അത് പ്രിന്റ് എടുക്കുക, പോവുക ഇൻവിജിലേറ്ററിന്റെ അടുത്ത് എക്സാം സെന്ററിൽ പോവുക, സൈൻ വാങ്ങിക്കാം. ഓക്കെ. ഇനി പരീക്ഷാ ഫീസ് ഇളവ്, ജാതി, അതായത് നമുക്ക് റിസർവേഷൻ കാറ്റഗറീസ് ഉണ്ട് അല്ലേ, ജാതിയുടെ ആനുകൂല്യം എന്നിവയ്ക്ക് അർഹരാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രേഖകൾ നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റോ NC ഒക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ, അതായത് ഞാൻ പറയുന്നത് ഓൾറെഡി നമ്മൾ വീഡിയോ ഇട്ടിരുന്ന കാര്യങ്ങളായിരുന്നു. B.Ed ഒക്കെ പുറത്താണ് ചെയ്തത് അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ഡിഗ്രീസ് പുറത്താണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈക്വാലൻസി സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. B.Ed, D.Ed, DLD പഠിച്ചുകൊണ്ടിരിക്കെ, അപ്പൊ ഇതാണ് ഇപ്പൊ കുറച്ചധികം വന്നിട്ടുള്ളത് കേട്ടോ. പഠിച്ചുകൊണ്ടിരിക്കെ പരീക്ഷ എഴുതിയവർ കേട്ടിട്ട് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുമ്പോൾ 2ാം വർഷം പഠിക്കുകയായിരുന്നുവെന്ന് സ്ഥാപന മേലധികാരികളിൽ നിന്നും ഒരു സർട്ടിഫിക്കറ്റ് ഉറപ്പാക്കണം.
വിജയിച്ച സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന മുറയ്ക്ക് മാത്രമേ വേരിഫിക്കേഷൻ പൂർത്തീകരിച്ച് നൽകാൻ പാടുള്ളൂ. അപ്പൊ ഇപ്പോഴത്തെ വേരിഫിക്കേഷൻ ഓടിപ്പോയ വേരിഫിക്കേഷൻ പൂർത്തീകരിച്ച സർട്ടിഫിക്കറ്റ് കിട്ടോ? ഇല്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കും. ആ സർട്ടിഫിക്കറ്റും കൊണ്ട് ഈ എക്സാം എഴുതിയ സമയത്ത് 2ാം വർഷം പഠിക്കുകയായിരുന്നു എന്ന് നിങ്ങളുടെ പ്രിൻസിപ്പളിൽ നിന്നുള്ള ഒരു ലെറ്ററും കൊണ്ട് വേണം പോവാനായിട്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ പൂർണ്ണമായും പൂർത്തീകരിച്ച് തരാൻ പാടുള്ളൂ. അടുത്തത് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ് എന്നിവ പരിശോധനയ്ക്കായി പരിഗണിക്കാവുന്നതാണ്. അപ്പൊ കുറെ പേര് പറഞ്ഞു ഒറിജിനൽ ഇല്ല, അപ്പൊ അതാണ് പ്രൊവിഷണൽ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. പ്രൊവിഷണൽ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ വിത്ത് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ആൻഡ് മാർക്ക് ലിസ്റ്റ്. ഓക്കെ. പരിശോധനയ്ക്കായി യഥാസമയം ഹാജരാകാത്തവർക്ക് തൊട്ടടുത്ത കേട്ടറ്റ് പരീക്ഷയുടെ സർട്ടിഫിക്കറ്റുകൾ പരിശോധന വേളയിൽ മാത്രമേ ഇനി അവസരം ഉണ്ടാവുള്ളൂ. അതിന്റെ ഇടയിൽ എപ്പോഴും ലീവിന് വന്നു പോവാമെന്ന് പറഞ്ഞാൽ നടക്കില്ല. എന്നാൽ സർട്ടിഫിക്കറ്റ് അടിയന്തരമായി ആവശ്യമുള്ളവർക്കാണ് എന്നുണ്ടെങ്കിൽ ചില മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് അവർ തരുന്നതായിരിക്കും. വെരിഫിക്കേഷൻ പൂർത്തിയായി പരീക്ഷാ ഭവനിൽ നിന്നും സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന മുറയ്ക്ക് ബന്ധപ്പെട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ ഓൺലൈൻ ഇഷ്യൂ ചെയ്ത് മാത്രമേ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുള്ളൂ കേട്ടോ. ഓൺലൈൻ ഇഷ്യൂ ചെയ്തിട്ടാണ് ചെയ്യുക വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം. നോട്ടിഫിക്കേഷൻ പ്രകാരം കൃത്യമായ രീതിയിലുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യാത്തവരെ പരീക്ഷാ ഭവനിൽ നിന്നും പരീക്ഷയ്ക്ക് മുന്നോടിയായി നിരസിച്ചിട്ടുള്ളതും എന്നാൽ പ്രത്യേക സാഹചര്യങ്ങളിൽ നിരസിക്കപ്പെടാതെ പോയ ഏതെങ്കിലും അവരറിയാതെയോ അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റ് പെട്ടെന്ന് ചെക്ക് ചെയ്യാതെയൊക്കെ പോയിട്ടുണ്ട്, അവർ എക്സാം എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് അടിയന്തരമായിട്ട് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിനോ ബന്ധപ്പെടുകയാണെങ്കിൽ പ്രസ്തുത ഉദ്യോഗാർത്ഥികളോട് ഫോട്ടോ തിരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകേണ്ടതാണ്. അപ്പോൾ ഫോട്ടോ തിരുത്താൻ എന്തൊക്കെ വേണം എന്നുള്ളത് മുന്നേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇനി 2025 ഡിസംബറിലെ കേട്ടറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ വേരിഫിക്കേഷൻ പൂർത്തിയാക്കിയ ശേഷം അടിയന്തര സർട്ടിഫിക്കറ്റിനായി അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല. അർഹരായ എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും സർട്ടിഫിക്കറ്റുകൾ ഒരുമിച്ചാണ് നമുക്ക് ഡിസംബറിലാണല്ലോ ഇപ്പം മെയിനായിട്ട് ഡിസംബറിലാണ് കോൾ ഫോർ ചെയ്തത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഫെബ്രുവരിയിൽ വന്നു. അപ്പോൾ നമുക്ക് നോർമലി ഉള്ള വെരിഫിക്കേഷനാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ച് സർട്ടിഫിക്കറ്റ് കാര്യാലയത്തിൽ നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. കേട്ടിട്ട് വിജ്ഞാപനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന യോഗ്യതകൾ പ്രകാരമല്ലാതെ അപേക്ഷ സമർപ്പിക്കുകയും പരീക്ഷ എഴുതി വിജയിക്കുകയും ചെയ്യും വിദ്യാർത്ഥികളുടെ വെരിഫിക്കേഷൻ നിരുപാധികം നിരസിച്ചു കളയുകയാണ് ചെയ്യുക. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. വെരിഫിക്കേഷൻ പൂർത്തിയാക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും വിവരങ്ങൾ ഓൺലൈനായി പരീക്ഷാ ഭവനിലേക്ക് സമയബന്ധിതമായി തന്നെ പരാതിക്കിടവരാതെ അവർ കൊടുക്കേണ്ടതാണ്, അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. കാസ്റ്റ്, കാറ്റഗറി എന്നിവ തെറ്റായി രേഖപ്പെടുത്തിയ പരീക്ഷാഫലം പ്രഖ്യാപിച്ചതിൽ വിജയിക്കാത്തവരുമായി ഉദ്യോഗാർത്ഥികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിൽ പ്രസ്തുത ഉദ്യോഗാർത്ഥികളുടെ അസൽ രേഖകൾ പരിശോധിച്ച് ജാതി സർട്ടിഫിക്കറ്റ് സഹിതം ഓൺലൈൻ മുഖാന്തരം അപേക്ഷ സമർപ്പിച്ച് വിവരം കാര്യാലയത്തെ അറിയിക്കേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ എന്തൊക്കെ വെരിഫിക്കേഷനിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് കേട്ടോ. കേട്ടിട്ട് വിജ്ഞാപനം, സർട്ടിഫിക്കറ്റുകൾ എന്നിവ സംബന്ധിച്ച എല്ലാ വിവരങ്ങൾക്കും പരീക്ഷാ ഭവന്റെ ഈ ഒരു Gmail വഴിയാണ് നിങ്ങൾ ബന്ധപ്പെടേണ്ടത്. ഒത്തിരി പേര് ചോദിച്ചു എവിടെയാണ് മെയിൽ അയക്കേണ്ടതെന്നൊക്കെ. ഈ ഒരു മെയിൽ ID യിലാണ് അയക്കേണ്ടത് കേട്ടോ. വെരിഫിക്കേഷൻ ആരംഭിക്കുന്ന തീയതി മുതൽ മുൻ വർഷങ്ങളിൽ വിജയിച്ചവറ്റുള്ള സർട്ടിഫിക്കറ്റുകൾ അടിയന്തരമായി ലഭ്യമാക്കുന്നതിന് അപേക്ഷ ഈ കാര്യാലയത്തിലേക്ക് നൽകുവാനായിട്ട് പാടില്ലാത്തതാണ്. വെരിഫിക്കേഷൻ പൂർത്തീകരിച്ച മുൻ വർഷങ്ങളിലെയും 2025 ഡിസംബറിലെയും സർട്ടിഫിക്കറ്റുകൾ ഒരുമിച്ച് മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ചില വിദ്യാഭ്യാസ ഓഫീസുകളിൽ അനുവദിച്ചു നൽകുന്ന സമയപരിധിക്കുള്ളിൽ വെരിഫിക്കേഷൻ പൂർത്തീകരിക്കുകയും എന്നാൽ ഈ കാര്യാലയത്തിൽ നിന്ന് തന്നെ ഓൺലൈൻ മുഖാന്തരം സമർപ്പിക്കാൻ കാലതാമസം വരികയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതിനനുസരിച്ച് നമ്മളത് വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം കേട്ടോ.